അങ്ങനെ സംയുക്താവർമ്മയുടെ കല്യാണവും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ മലയാള സിനിമയുടെ പ്രതിസന്ധി തീരുക? അതിനി അച്ഛൻ സിനിമയിൽ കയറണം. കൊള്ളാം. നിങ്ങൾ ഇതുവരെ കഴിച്ചു തീർന്നില്ലേ? അച്ഛൻ മണിക്കൂർ ഒന്നായാലോ തുടങ്ങിയിട്ട് തീർന്നില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു ഇനി രാഷ്ട്രദീപിക സിനിമയുടെ ബാക്കി. വെള്ളി നക്ഷത്രം തീർന്നോ? അത് രാവിലെ വെറും വയറ്റിലേ കഴിച്ചില്ലേ? അല്ലേ അച്ഛോ? കുട്ടി കൊത്തല്ലേ കൊത്തല്ലേ പ്രിൻസിപ്പൾ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛനായാലും കൊള്ളാം, പിള്ളേരായാലും കൊള്ളാം. 8:30 ഒരു സമയം ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കും. പറഞ്ഞേക്കാം. ഈ ടീച്ചറിന് എന്താ? അതെ പാവം, കല്യാണം കഴിക്കാത്തന്റെ സൂക്കടാ. അത് അച്ഛനറിയാം. അത് ഭാരതമെന്നാൽ നടുവിൽ നിത്യവിശുദ്ധയം കന്യമറിയമേ. കാറ്റത്തെത്തും വെള്ളം മഴവെള്ളം മഴവെള്ളം, മുറ്റം മുക്കും വെള്ളം മഴവെള്ളം മഴവെള്ളം, ഞാനുണ്ടാക്കും വെള്ളം കളിവെള്ളം കളിവെള്ളം, താനേ തുള്ളിടും. Ladies and gentlemen, this is an important announcement. നാക്കുവടിക്കാത്ത സുഹൃത്തുക്കൾ നാളെ മുതൽ നാക്കുവടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പ്രിയമത എന്ന ഈ മനോഹരമായ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരും. This is an important announcement. This is to warn you that an extremely dangerous situation is building up in this bus. Okay. ഈ ബസ്സിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ് ഇരിക്കുന്നുണ്ട്. Yes. It can be destructive like an atom bomb, but creative. It's a love bomb. പ്രണയാഗ്നിയിൽ കത്തുന്ന ഒരു പാവം മാനവ ഹൃദയമാണത്. പരമശിവന്റെ പിന്നാലെ പാർവതി എന്ന പോലെ, ശ്രീരാമന്റെ പിന്നാലെ ശൂർപ്പണഖ എന്ന പോലെ അവളവന്റെ പിന്നാലെ അലയുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ പാവം, എവിടെ എന്റെ പാർവതി, എവിടെ എന്റെ ശൂർപ്പണഖ? സോറി, ഞാനാ ശൂർപ്പണഖ. ഐ ലവ് യു. ഞാനാണ് റിയൽ മിസ്റ്റർ ശ്രീരാമൻ. ആ ശൂർപ്പണഖയുടെ പേരെന്താണ്? പറയൂ പ്രിയമ്പടേ. പേര് പറയില്ല, ക്ലൂ പറയാം. ഷീപ്പിലുണ്ട്, ഷിപ്പിലില്ല. ഭോടായിലുണ്ട്, വാടായിലില്ല. നമ്മുടെ ശ്രീരാമൻ എന്ന് ചമ്മിത്തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരാന്നങ്ങനെ പറയില്ല, വേണമെന്നുണ്ട് ക്ലൂ പറയാം. അവൻ നമ്മുടെ പഴയ പ്രേംനസീറിനെ പോലെ പച്ചിച്ചിരിച്ചിരിക്കുന്നവനാണ്. പടച്ചാക്കാണ്, സ്വർണ്ണ ഖനിയുള്ളവനാണ്. ഗൾഫിലും കേരളത്തിലും യൂറോപ്പിലും സ്വർണ്ണാഭരണങ്ങളുടെ കലവറയൊരുക്കുന്ന ആരെ കുറിച്ച് എന്താ അനാവശ്യം പറയാന്നാണോ? ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. നിർത്ത്. എല്ലാവരും പോയി അവരവരുടെ സീറ്റിലിരിക്കെ. പോ. ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട് എടുക്കണ്ട എന്റെ ആലൂക്കാസെ. ഇതാണോ നേരം പോക്ക്? ആ കുട്ടി കുറെ നാളായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഹലോ ആലൂക്കാസ്, സോറി. നീ പൊടി. നീ ആലൂക്കാസെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പലിനെ എന്നെ കണ്ട ചെകുത്താൻ കുരിശ് കണ്ട പോലെ. ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി ഉർവശി. എന്താ സഖാവേ, വഴിതടയൽ സമരമാണോ? കുട്ടിയുടെ വഴി നേർവഴിയല്ല, അത് തടയേണ്ട വഴിയാണ്. എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടമെങ്കിലോ? ആയിക്കോ, പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തൂടെ ആവരുത് ആ വഴി. വീട്ടിൽ ധാരാളം പൂത്ത കാശുണ്ടാവും, ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. ഓ, നിങ്ങളല്ലേ വലിയ ആലൂക്കാസ്. ഞാൻ ആലൂക്കായതുകൊണ്ടല്ല, പണം എന്താന്നറിയാം. അത് വരും പോകും. 4 അക്ഷരം പഠിച്ചാ അത് എന്നേക്കും ഉണ്ടാവും. ഓ, ഫിലോസഫി. ഓ, ചേട്ടൻ എം എ ഫിലോസഫി ആണല്ലോ. ഞാൻ വെറും BA എക്കണോമിക്സ്. അതുകൊണ്ട് മണി പറല് വിശ്വാസമുണ്ട്. പിന്നെ പഠിച്ചു തന്നാണോന്ന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സന്തോഷം. പക്ഷേ മേലിൽ ഈ മണി പവറിന്റെ ജാട എന്നോട് വേണ്ട, മനസ്സിലായോ? ചേട്ടാ, ഞാൻ എന്താ എത്ര വലിയ തെറ്റിയത്? ആ പെങ്കൊച്ചിന് ചേട്ടനോടൊരു പ്രേമം. അവളത് എക്സ്പ്രസ് ചെയ്തിട്ട് ചേട്ടൻ അത് മനസ്സിലാവണമില്ല. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി.
അത്രയല്ലേ ഉള്ളൂ? അതെ, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഞാൻ ഈ കോളേജിൽ വരണത് പഠിക്കാനാ. പഠിച്ച് നന്നാവുന്ന നല്ല എക്സ്പെക്ടേഷനും ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേക്ക്. ചേട്ടാ, പ്രേമം ഒരു കുറ്റമാണോ ചേട്ടാ? ഒരിക്കലുമല്ല. ഗോഡ് ഈസ് ലവ്. കറക്റ്റ്. ഷീല, 1 minute. ചെല്ലി നിന്റെ ആളല്ലേ? ഹലോ. കുട്ടിക്ക് വിഷമം തോന്നരുത്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്ലി ആവാം. മറ്റൊന്നും കുട്ടി എന്നെ കുറിച്ച് വിചാരിക്കരുത്. എന്നെ വെറുപ്പാണോ? അതല്ല, ഞാൻ എനിക്കറിയാം, നിങ്ങളുടെ അത്ര പണക്കാരൊന്നുമല്ല ഞങ്ങള്. പക്ഷെ ഞങ്ങള് നല്ല തറവാട്ടുകാരാ. എന്റെ ഡാഡി. കുട്ടി, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. മഹാകവി കുമാരനാശാന്റെ കവിതകളുടെ ദാർശനിക സ്വഭാവത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീണപൂ. വീണപൂവേ, കുമാരനാശാന്റെ വീണപൂവേ, വീണപൂവേ. ആ മറിയക്കുട്ടി എന്താ വീണപ്പൂ പോലെ കിടക്കുന്നേ? അവൾ ചിന്താവിഷ്ടയ സീതയാണോ ചോ? ചിന്താവിഷ്ടയായ ശ്യാമളെ, ഒന്ന് എഴുന്നേറ്റിരിക്കൂ. എന്റെ ശ്രീനിവാസൻ നിന്നെ തേടി വരും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശ്രീനി. ശീലയുടെ മനസ്സിനുള്ളിൽ കുടിയിരിക്കും ശ്രീനി. അയ്യപ്പ ശ്രീനി, അയ്യപ്പ ശ്രീനി, അയ്യപ്പ ശ്രീനി. സൈലൻസ്. എന്താ ഇത്? ക്ലാസ് റൂം അതോ കള്ള് ഷാപ്പോ? അതെ അതെ, ക്ലാസ് റൂം അതോ കള്ള് ഷാപ്പോ? വേറെ ഇവിടെ ക്ലാസ് ഒന്നും എടുക്കണ്ടേ? വീണപൂവേ, ഇവിടെ സിനിമ പാട്ട് പഠിപ്പിക്കുന്നോ അതോ കവിത പഠിപ്പിക്കുന്നോ? അത് ഈ സിനിമ പാട്ടാണല്ലോ കവിത, കവിതയാണല്ലോ സിനിമ പാട്ട്. ഞാൻ ഇത് പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ടീച്ചറെ, ടീച്ചറെ. അച്ചോ, പ്രശ്നം ഗുരുതരാവോ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. അച്ചോ, മലയാള കവിതയ്ക്ക് എന്താ പ്രശ്നം? മലയാള കവിതയുടെ പ്രശ്നം തിരിപ്പൊടി തിരിഞ്ഞു കൊടുത്താൽ മതി. മലയാള കവിതയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ മലയാളമല്ലേ, ഹിന്ദിയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. അങ്ങനെ ആവട്ടെ. ക്ലാസ്സിൽ ഗാനമേള നടത്തരുതെന്ന് ഞാൻ പലവട്ടം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കണ്ടേ? അവിടൊക്കെ എന്ത് സൈലന്റ് ആയിട്ടാ ക്ലാസ് നടക്കുന്നത്? സൈലന്റ് ആവൂലോ, കാരണം അവിടെയൊക്കെ എല്ലാവരും ഉറങ്ങിയല്ലേ. ഞാൻ ചില പാട്ടൊക്കെ പാടണതേ കുട്ടികളൊക്കെ ഉഷാറാവാനാ. അതിന് ചില തമാശയൊക്കെ ഉണ്ടാക്കും. അതിന് സിനിമ പാട്ടാണോ പാടുന്നത്? സിനിമ പാട്ടിന് എന്താ കുഴപ്പം? നമുക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചീത്തയാന്ന് പറയരുത്. ലോകത്തിലെ ഏറ്റവും നല്ല മലയാള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സിനിമേന്നാ. അവ എഴുതിയത് വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ഒക്കെയാ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളോരേ കർത്താവേശുനാഥ. എന്നാ ഇതുപോലുള്ള നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ പാടിക്കൊടുത്തൂടെ അച്ചോ? പാടിക്കൊടുക്കണ്ടല്ലോ. ഞാൻ പോയിക്കോട്ടെ മദർ. സാജൻ ഇരിക്കൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്താ ഫാഷൻ പരേഡിനാ കോളേജിൽ വരുന്നത്? എന്ത് വേഷാടി ഇത്? ഭംഗിയില്ലേ അല്ലേ? പിന്നെ നല്ല ഭംഗിയാ. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇല്ല. ആ, അതിന്റെ കുഴപ്പാ. നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായ പറയുന്നത്. താങ്ക് യു മദർ. എന്ത്? അല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കോളും. നീയൊക്കെ ഈ കോളേജിന്റെ അപമാന. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയി ഇരുന്നതാണ്. ഈ കുട്ടി പാവാ മദർ. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? നിന്നെ ശരിയാക്കി തരാണ്. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമുണ്ടാന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ. നാളെ മൂല്യ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതൽ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ നന്നാവാ. ആർക്ക് വേണമെങ്കിൽ? എനിക്കോ? എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നാ താങ്ക് യു മദർ. നിന്റെ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഗാർഡിയനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ ഡാഡി എന്നെ കൊല്ലും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മദറാണ് സത്യം. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ആ ലുക്കാസിനെ ശല്യം ചെയ്തതിന് സോറി. ഗുരുവായൂരപ്പനാണ്.
കർത്താവിനാണ്. ഞാൻ ഈ നല്ല കുട്ടി ആയിക്കോളാം. ടീച്ചേഴ്സിന് ഞാൻ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. സാരില്ല മദർ, ഇനി ഉണ്ടാവാതിരുന്നാ മതി. മതി മതി, ഇത്തവണ ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത്. ഇല്ല. പിന്നെ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അത് വേണ്ട. ഈ കോളേജിനൊരു അന്തസ്സുണ്ട്. അതിന് യോജിച്ച വേഷം വേണം ധരിക്കാൻ. എല്ലാവർക്കും ഒരു മാതൃകയാവണം, മനസ്സിലായോ? Jean-Paul Sartre is one of the most famous എന്താ ഇത് പ്രിയമത, ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ട്രാഫിക് ബ്ലോക്ക്. അതല്ല ചോദിച്ചത്. ഈ വേഷം ചട്ടേമുണ്ടും. അയ്യോ സാറിന് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ചിരിക്കണ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടായി. എന്താ അവിടെ? Go to the class. എന്താ സർ, എന്താ പ്രശ്നം? ഈ കുട്ടി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിന് അത് ഇഷ്ടായില്ല. മദർന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പൗണ്ടിൽ പോലും കണ്ടുപോകരുത്. ഇഡിയറ്റ്. ഹായ് പ്രിയ. ഹായ്. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണോ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ഡീൽ ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? അതെ അതെ. എന്നാലും ഡാഡിയും മോളോട്ട് തോന്നും. ഏയ് ഒരിക്കലും ഇല്ല. നല്ല സുന്ദരനല്ലേ? അതെ. ഡാഡിയുടെ പേരെന്താ പറഞ്ഞ? വാസുദേവൻ. അവസാനം വല്ല പിള്ള എന്നാരോ എന്തെങ്കിലും ചേർക്കും? ഇല്ല. അപ്പോ MT വാസുദേവൻ. MT ഇല്ല, വെറും വാസുദേവൻ. ഓ, വെറും വാസുദേവൻ. ഓക്കെ ഓക്കെ. വെറും വാസുദേവൻ. എന്താ ഇത്? ഇത് കേക്ക്, ഇത് ലഡു. അല്ല, ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം. എന്തിനാ ഇതൊക്കെ? തിന്നാൻ. മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനിസേ വാസുദേവന്. യൂനിസ് വാസുദേവനോ? അല്ല, പ്രിയംവദയുടെ. ഓ, പ്രിയംവദയുടെ ഡാഡിയാണല്ലേ? നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ ആ കുട്ടി അഴിച്ചുവിട്ടിരിക്കുകയാണോ? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂട്ടുന്നറിയോ? സമയത്തിന് ക്ലാസ്സിൽ വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ? ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നറിയോ? അയ്യോ, മദർ ക്ഷമിക്കണം. ക്ഷമാന്നൊരു വാക്കെന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾ കരയാതിരിക്കൂ. എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്ത് പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി. ഈശ്വര. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മദർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ വാസുദേവൻ. വെറും വാസുദേവൻ. പറ, എന്താ പറഞ്ഞേ? എന്ത് പറയാൻ? സംഗതി ക്ലീൻ. ശരിക്കും പറ. എന്നെ കണ്ടപ്പോ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. പോരെ? എന്താ എന്നെ അഡ്രസ് ചെയ്തെന്നറിയോ? എന്താ? യങ് മാൻ. ഡാഡി, ഞങ്ങളൊക്കെ പ്രിയയുടെ ഫ്രണ്ട്സ്. ഏത് ഡാഡി? ആരുടെ ഡാഡി? പൊടി. എന്ത് മനുഷ്യനാ ഇവളുമാർക്കത് കണ്ണ് കണ്ടൂടെ? ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ. ഡാഡിന്ന് പകര് പോ. അയ്യോ സോറി, ഞങ്ങൾക്കിന്ന് ഒരു ചെറിയ മീറ്റിംഗ് എന്ത് ഉണ്ടായിരുന്നു. മീറ്റിംഗ്? ഞങ്ങളുടെ കോളേജ് ഡേക്ക് ഞങ്ങള് ഫസ്റ്റ് ബി എക്കണോമിക്സ് ആയിട്ട് ഒരു ഫാഷൻ ഷോ ചെയ്യണ്ടേ, അതിന്റെ ഒരു ആലോചന. കഷ്ടമുണ്ട് കേട്ടോ പ്രിയ. ഇന്നൊരു നൂൺ ഷോക്ക് പോണെന്ന് ആശ. ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ ന്യൂൺ ഷോ. അപ്പൊ ആ ലവ് സ്റ്റോറി തീർന്നു പോവില്ലേ? ഹലോ, ഒന്ന് വന്നേ. ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. ആരാ അത്? ഇയാളാണോ അയാള്? മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ.
അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോണവര് അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും. ആരാ? എന്റെ തന്തയുടെ മോളുടെ. ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്ന് മോളെ ഉപദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. എന്നാപ്പോ ഓക്കെ ഓക്കെ ഓക്കെ. ഏതാവൻ? ഇവനാ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ആലുക്ക. മാമുക്കേ? മാമുക്കയല്ല, ആലൂക്ക. ആലുക്ക ജ്വല്ലറി ഇവന്റെ എന്നാ ഭാവം. എന്നാ അവരുമായിട്ടൊരു ബന്ധവും ഇല്ല. ഞാൻ അറിയാത്ത ആലൂക്കേത്? എന്താ അവന്റെ അപ്പന്റെ പേര്? ജോസഫ് എന്നായിരിക്കും. സാജൻ ജോസഫ് ആലുക്കാണ് അവന്റെ പേര്. ജോസഫ്? ഇലക്ട്രിക് ജോസഫ് ആണോ? ഇലക്ട്രിക് ജോസഫോ? ആലൂക്കാസ് ഇലക്ട്രിക്കൽസ് നടത്തിയിരുന്ന ജോസഫ് ആലുക്ക ഉണ്ടായിരുന്നു. ബഡാ പാർട്ടി ആയിരുന്നു. ഇപ്പൊ പൊളിഞ്ഞ് പാപ്പരായിരിക്കാണ്. കുതിരപ്പന്തയത്തിൽ കമ്പം കയറി തൊലഞ്ഞു.